ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഓസ്ട്രിയൻ ഗ്രാമപ്രകൃതിയുടെ മനോഹരമായ കാഴ്ച ലഭിക്കുന്നു. പുൽമേടുകളുടെ കുന്നിൻ ചെരുവുകൾ, അതിനെ അതിരിട്ടു നിൽക്കുന്ന മരനിരകൾ, താഴ്വാരത്ത് ഒരു ഗ്രാമം. ഹേണിംഗ് സ്റ്റേറ്റൻ എന്ന ഗ്രാമമാണത്. അവിടം കടന്നാണ് ഞങ്ങൾ ഈ കുന്നിൻ മുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ചെറുവീടുകളുടെ ഒരു മനോഹര ഗ്രാമം. അതിനപ്പുറം കൃഷിയിടങ്ങളാണ്. ഉഴുതൊരുക്കിയിട്ടതും ഗോതമ്പ് ചെടികൾ വളർന്നു തുടങ്ങിയതുമായ വയലുകൾ. മഞ്ഞുകാലം എത്തുമ്പോൾ തന്നെ ഇവിടുത്തെ കർഷകർ വയലുകളിൽ ഗോതമ്പ് വിതയ്ക്കും. വിന്റർ സീസണിൽ മുഴുവൻ ആ വിത്ത് മണ്ണിനടിയിൽ സുഷുപ്തിയിലായിരിക്കും. തുടർന്ന് വസന്തകാലം എത്തുന്നതോടെ വിത്തിന് മുള പൊട്ടുകയും ചെടികൾ വളർന്നു തുടങ്ങുകയും ചെയ്യുന്നു. ഗ്രീഷ്മകാലത്ത് അത് കൊയ്തെടുക്കാൻ പാകമായിരിക്കും. ഒരു സൂപ്പർ മാർക്കറ്റിലെ വിലക്കുറവിന്റെ ബോർഡ് പ്രദർശിപ്പിച്ചിരിക്കുന്നു. അത് സ്ഥിരമായി പ്രദർശിപ്പിക്കുന്നതല്ലെന്നും ബോർഡ് വെച്ചവർ തന്നെ വൈകുന്നേരമാകുമ്പോൾ അഴിച്ചുകൊണ്ടു പോകുമെന്നും ബേബി ചേട്ടൻ പറയുന്നു. വനപാതയിലൂടെ വീണ്ടും യാത്ര. ഹേണിംഗ് സ്റ്റേറ്റൻ കടന്ന് യാത്ര തുടരുകയാണ്. കുറച്ചുകൂടി ചെല്ലുമ്പോൾ മറ്റൊരു ഗ്രാമത്തിനടുത്തേക്ക് എത്തുന്നു. ഹിൻഡേഴ്സ്ഡോർഫ് എന്നൊരു ഗ്രാമമാണിത്. ഈ മേഖലയിലെ താരതമ്യേന വലിയൊരു ഗ്രാമമാണ് ഹിൻഡേഴ്സ്ഡോർഫ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ വലിയ കുതിപ്പുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമം. പാതയോരത്ത് ചെറിച്ചെടികൾ പൂവണിഞ്ഞു നിൽക്കുന്നു. ധാരാളം വീടുകൾ കാണുന്നുണ്ടെങ്കിലും ഹിൻഡേഴ്സ്ഡോർഫിലും ജനസംഖ്യ നന്നേ കുറവാണെന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെയും 1000-ൽ താഴെ ആളുകൾ മാത്രമേ സ്ഥിരവാസികളായുള്ളൂ. വിയന്ന നിവാസികളും ഒഴിവു ദിനങ്ങളിൽ മാത്രം താമസത്തിനെത്തുന്നവരുമായ ആളുകളുടേതാണ് ഇവിടെ കാണുന്ന വീടുകളിൽ മിക്കതും.